എന്തിനോ വേണ്ടി തിളച്ച് ഞങ്ങളൊരു വാഗമൺ ട്രിപ്പ് കാണിച്ചു തരട്ടെ. വാ. ഒരു പ്ലാനും ഇല്ലാണ്ട് പോണ ഒരു പോക്കാണിത്. സോ ഇടുക്കിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങിയിരുന്നു. ഒരു ഉച്ചനേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സുശീല ചേച്ചീൻ്റെ കട അങ്ങനെ എന്തൊന്നും ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടപ്പോൾ അവിടെ പോയിട്ട് നല്ല മീൽസ് കഴിച്ചു. അത് അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പോണ വഴിക്കാണ് രാത്രി നിൽക്കാനുള്ള ഒരു സ്റ്റേ ബുക്ക് ചെയ്തത്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ടാറ്റോ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ആണെങ്കിൽ സത്യം പറയാലോ, ഉറക്കം വന്നിട്ട് ഭ്രാന്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കൊരു ഈവനിങ് ആയപ്പോൾ നമ്മൾ ആ സ്റ്റേയിൽ എത്തിയിട്ട് അവിടെ പോയി കിടന്നുറങ്ങി. രണ്ടിൻ്റെ മോന്തോ ഉറങ്ങി എണീച്ചിട്ടാണ് ഇങ്ങനെ ചീർത്തിരിക്കുന്നത്. ഞങ്ങളോട് തന്നെ ചോദിച്ചു ഉറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. പോണ വഴിക്ക് ഷായിന് ഓൻ്റെതായിട്ടുള്ള ഹിഡൻ സ്പോട്ട് കണ്ടുപിടിക്കാൻ ഏതൊക്കെ 2-3 മലന്റെ മുകളിലൊക്കെ കയറിയിട്ട് അവിടെ ആൾക്കാരും ഉണ്ടാവും പറഞ്ഞു. ലാസ്റ്റ് വന്നപ്പോൾ എന്തോ എവിടെയോ ഒരു ലൈറ്റ് കണ്ടിരുന്നു. അത് തപ്പി വാഗമൺ മൊത്തം ചുറ്റി. ലാസ്റ്റ് ഞാൻ ഗൂഗിളിൽ ലൈറ്റ് നടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടെയാണ് ഈ ഒരു സാധനം. ഞാൻ ഈ ചെങ്ങായി ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കുന്നിന്റെ മുകളിൽ എന്തെങ്കിലും ലൈറ്റ് എന്ന് വിചാരിച്ചിരിക്കുക. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലാസ്റ്റ് ഷോ 7:15 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു. നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ഇതാണ് അത്. ഞങ്ങൾ പിന്നെ കോടയൊക്കെ സേഫായിട്ട് കാറിൽ വെച്ച് വന്നതുകൊണ്ടേ മഴ പെയ്യാൻ തുടങ്ങി. മാറില്ല. കൂടെ നിന്ന് ഒരു ഫോട്ടോ പോലും, ഒരു സെൽഫി അല്ലാണ്ട് പേരിനൊരു ഫോട്ടോ പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഗിംബൽ കൊടുക്കാതെ വന്നേക്ക രണ്ടും കൊണ്ടുവന്ന റൂമിൽ വെച്ച് സേഫായി പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുക്ക് മൂപ്പര് നല്ല സൂപ്പർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറെ സൂപ്പർ പോസ് ഒക്കെ ഉണ്ട്. നേരെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും മേടിച്ചിട്ട് നേരെ പോയി പിന്നെയും കിടന്നുറങ്ങി. രാവിലെ കുറച്ചു നേരം എണീറ്റ് റിസോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ പോയി നടന്നു കണ്ടു. പിന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയപ്പോഴല്ലേ പുറത്ത് നല്ല കോട, അതിൻ്റെ അടുക്ക് ഒരു മഴയും പെയ്തത്ര. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു 10 മണി 10:30 ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളെ പെട്ടിയും കിടക്കിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. എനിക്കാണെങ്കിൽ നാട്ടിലെത്തിയിട്ട് വേറെ കുറച്ച് അർജന്റ് പരിപാടികളും ഉണ്ട്. എനിക്ക് പറഞ്ഞാൽ പേരിന് പോലും 2 പേര് ഒരുമിച്ച് നിൽക്കണ ഫോട്ടോ പോലും ഇല്ലാണ്ട് ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് ഉഷാറാ. ആക്ച്വലി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുന്ന വൈക്കാണ് കേട്ടോ കുറച്ചെങ്കിലും കോടൊക്കെ കണ്ടിട്ട് വാഗമണ്ട കറക്റ്റ് ക്ലൈമറ്റ് ഒക്കെ നമുക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങണതിന്റെ വൈക്ക് എവിടേക്കോ ഒരു സ്ഥലത്തൊക്കെ പോയിരുന്നു കുറച്ചു നേരം മിഠായി ഒക്കെ തിന്നിട്ട് ഞങ്ങളുടെ ആ സങ്കടം അങ്ങോട്ട് മാറ്റി തിരിച്ചു പോയി.